ഇടനിലക്കാരില്ലാതെ മായമില്ലാതെ പ്യുവർ തേൻ, പ്യുവർ ഹണി എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് നമ്മുടെ ഈ സൊസൈറ്റിയാണ്. ഞങ്ങൾക്ക് നല്ല പ്യുവർ തേൻ വേണം, അതിനകത്ത് മായ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ തരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ഒറിജിനൽ കാട്ടുതേനാണ്. ചെറുതേനുണ്ട്, വൻതേനുണ്ട്. ചെറുതേൻ പറഞ്ഞാൽ പുറ്റുതേനാണ്. ഇതിൽ എന്താണ് നിങ്ങൾ പ്രത്യേകത? എനിക്കിത് എങ്ങനെയാണ് ഇത് വിശ്വാസത ലഭിക്കുക ഇത് ഒറിജിനൽ ആണെന്നുള്ളത്? കാരണം എല്ലായിടത്തും നമ്മൾ പുറത്ത് ഷോപ്പുകളിലൊക്കെ തേൻ വിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാം? ആദിവാസികൾ നമ്മൾ മെമ്പർമാർ 2184 മെമ്പർമാരുണ്ട് നമ്മൾ. അപ്പോൾ ഈ മെമ്പർമാരെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നത് നേരിട്ട്, അവർ നേരിട്ട് ഇവിടെ കൊണ്ട് തരിക ചെയ്തത്. ആദിവാസികളുടെ നേരിട്ട് അവര് തേനുമായിട്ട് നമ്മുടെ സംഘത്തിലേക്ക് വരും. ഇവിടെ വെച്ചിട്ടാണ് തൂക്കി നമ്മൾ കളക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതിനാണ് ഈ ഇടനിലക്കാരില്ലാതെ നമ്മൾ ചെയ്യാന്ന് പറയുന്നത്. കാരണം ആദിവാസികൾ കളക്ട് ചെയ്യുന്ന തേൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് സെല് ചെയ്യുന്നു അല്ലേ? ഓക്കെ, അത് നല്ലൊരു അടിപൊളി പ്രവർത്തനം. നമ്മൾ ചെയ്യുന്നത് റോഹണിയാണ്, അതായത് സംസ്കരിക്കാത്ത തേൻ. അവര് നേരിട്ട് മേടിക്കുന്നു, അരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് കൊടുക്കാൻ പോകുന്നത്, അതായത് മെഷീനൊക്കെ നമുക്ക് സഹർ ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് അതിന്റെ ജലാംശവും മെഴുകും പൂമ്പൊടിയൊക്കെ, നമ്മൾ റോഹണിയിൽ ഇത്രയും സാധനങ്ങൾ അടങ്ങിയിരിക്കും. മെഴുകും ജലാംശവും ഇതെല്ലാം കളഞ്ഞ് പിന്നെ പ്യുവർ ആയിട്ടുള്ള പിന്നെ ഫിൽട്ടർ ചെയ്ത തേനാണ് ഇനി മുതൽ നമ്മൾ ചെയ്താണ്. അടിപൊളി. ഒന്നൊരു സാമ്പിൾ നോക്കട്ടെ, ഒന്നൊരു സാമ്പിൾ കാണിച്ചു. ഓക്കെ, പുറ്റുതേൻ മതി 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 മതി. ചെറിയൊരു കയ്പുണ്ട് തേന്, കാട്ടുതേൻ കയ്പുണ്ടോ? ഓക്കെ, കാട്ടിലെ പൂവുകളുടെ പൂമ്പൊടിയാണ് ഈ തേനീച്ച ശേഖരിച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കയ്പ് വരുന്നത്. അല്ല സാധാരണ ഇപ്പൊ നമ്മളെ പെട്ടിത്തേനാക്കുമ്പോ അതില് പഞ്ചസാര ഉണ്ടാവും, അപ്പൊ നല്ല മധുരമായിരിക്കും. നമ്മളെ കാട്ടുതേൻ എപ്പോഴും കയ്പുണ്ടായിരിക്കും. കാട്ടിൽ നിൽക്കുന്ന പ്യൂർ തേനിന് എപ്പോഴും കയ്പായിരിക്കും, അല്ലാത്ത തേനിന് നല്ല മധുരമായിരിക്കും. കാരണം ഈ പഞ്ചസാര വെള്ളം കലക്കി കൊടുത്തിട്ട്. ഓക്കെ, അതല്ല തേനിന്റെ ഐറ്റംസ് തന്നെ വേറെ 160 രൂപയാണ്. ഇത് മുഖത്ത് തേക്കാനൊക്കെ നല്ലതാണ്. നമ്മള് ഈ പിന്നെ വരണ്ട കാലാവസ്ഥയിലൊക്കെ നമ്മൾ എന്ത് അതും ഇതൊക്കെ തേക്കുന്നില്ല, അതിന് പകരമായിട്ട് നമ്മൾ ഹണി ബാം. അതെ അതെ, നമ്മള് തേനിന്റെ മെഴുകുന്ന എടുക്കുന്ന സാധനമാണ് പക്കാപ്പ്. പെട്ടിത്തേനും പുറമേ കിട്ടുന്ന തേനും നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് പോകില്ല, അത് പയ്യെ താഴേക്ക് ഇറങ്ങുള്ളൂ. നമ്മളെ കാട്ടുതേൻ ആ ഒഴിക്കുന്ന സ്പോട്ടിൽ തന്നെ താഴേക്ക് പോകും. കാരണം നമ്മളെ തേന് എന്താ കട്ടി കുറവായിരിക്കും, നമ്മളിൽ ജലാംശം കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വെച്ച് തേൻ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് പോയി ഒന്ന് കലങ്ങി പെട്ടെന്നാവും. അല്ല, പൊതുവെ പറയാറുണ്ടല്ലോ നമ്മളിപ്പം തേൻ അടിയിൽ പോയി നിൽക്കും, അതുപോലെ കലങ്ങൂല എന്നൊക്കെ പറയാറുണ്ടല്ലോ. കാട്ടുതേൻ കലങ്ങും, കാരണം കട്ടി കുറവായിരിക്കും. ഇതിൽ ജലാംശം ഉണ്ട്. ഈ വാങ്ങുന്ന തേനാണെങ്കിൽ പെട്ടിത്തേനാണെങ്കിൽ മൽ ജലാംശം ഉണ്ടാവില്ല. അത് വെച്ചാൽ ഒരു കൂടിന്റെ ഉള്ളിൽ നീച്ച ഇരുന്ന് തേൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പ്രകൃതി പുറത്ത് കാറ്റ് കൊള്ളും മഴ കൊള്ളും എല്ലാം കൊണ്ടിട്ടാണല്ലോ ഈ തേൻ കിട്ടുന്നത്. അപ്പൊ അതിൽ ജലാംശം കൂടുതൽ, വയനാടിന്റെ കാലാവസ്ഥ എന്തായാലും ജലാംശം കൂടുതലായിരിക്കും. അപ്പോൾ എന്താക്കും, ഈ വെള്ളത്തിലേക്ക് നേരെ താഴേക്ക് പോകും. ചേച്ചി പറഞ്ഞത് ഇല്ല ചേച്ചി, ഇത് പ്രശ്നക്കാരനല്ല. ഞാൻ ചേച്ചി വന്നപ്പോ കംപ്ലീറ്റ് കലങ്ങി ചായപ്പൊടി ചായ പോലെ ആവുമെന്ന് വിചാരിച്ചു. അങ്ങനെ കലങ്ങൂല, പെട്ടെന്ന് താഴേക്ക് വരും. ആ ഒഴിക്കുന്ന അതേ സ്പീഡിൽ തന്നെ തേൻ താഴെ. അതിനോടൊന്നും കാര്യമില്ല. ഞാൻ പഠിച്ചത്, എനിക്കറിയുന്ന വെച്ചാൽ തേൻ മേളിലൊന്നും നിൽക്കാതെ കലങ്ങാതെ താഴത്ത് പോകുന്ന ഞാൻ പഠിച്ചത്. ഞാൻ ബുക്കിൽ അറിയുവാണേ. പക്ഷെ ഈ തേൻ കണ്ടോ, നോക്കൂ, ഈ തേൻ തീരെ കലങ്ങിയിട്ടില്ല കേട്ടോ, താഴെ വന്ന് നിൽക്കുന്നുണ്ട്. അതെ അതെ, ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു പ്യൂറാണ് അല്ലേ? അടിപൊളിയാണ്. വിശ്വാസം നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ട്രൈബൽസിന്റെ അടുത്ത് എടുക്കുന്നു, നമ്മൾ ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നു, അതിനകത്ത് ഇടനിലക്കാരില്ല. ഇത് സൊസൈറ്റി അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന് വിലയും കൂടി ഒന്ന് ചേച്ചി പറഞ്ഞു തരും എങ്ങനെയാണ്? നമ്മളിപ്പോ പുറ്റുതേൻ വെക്കുന്നത് കിലോയ്ക്ക് 600 രൂപയാണ്. കിലോ 600 രൂപ. അതിന്റെ 1/2 കിലോന്റെ ബോട്ടിലുണ്ട്. ഇത് 1 കിലോ ആണ് അല്ലേ? 1 കിലോ. ഓക്കെ, അതിന്റെ 1/2 കിലോ. ഇതിന് എത്ര റേറ്റ് വരുന്നത്? 300 രൂപ അല്ലേ? 1/2 കിലോന് 300. പുറ്റുതേൻ അല്ലേ? ഓക്കെ. പിന്നെ വരുന്നത് വൻതേന. വലിയ തേനീച്ച. ഇത് വരുന്ന 550 രൂപ കിലോയ്ക്ക്. 550 രൂപ. ഓക്കെ. അതിന്റെ 1/2 കിലോ ഉണ്ട്, 1/4 കിലോ ഉണ്ട്. പിന്നെ കസ്റ്റമർക്ക് ആവശ്യം അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുക്കും. അതാണ് 1/2 കിലോ. പുറ്റുതേൻ അല്ലേ? അല്ല, വൻതേന്റെ 1/2 കിലോ. അതിനെന്താ റേറ്റ് വരുന്നത് ചേച്ചി? 10 ബോട്ടിലും. ബോട്ടിൽ നമ്മൾ കൊണ്ടുവന്ന 10 രൂപ കുറഞ്ഞിട്ടു. ആരെയും കൊണ്ടുവന്നിട്ട് പല ചെമ്പോ കന്നാസോ കൊണ്ടുവരിക. പിന്നെ ഒരു കുഞ്ഞു ബോട്ടിലുണ്ട്, ഇത് ഫിൽറ്റർ ചെയ്തതാണ്. അതായത് ജലാംശം എല്ലാം എടുത്ത് ഇതിൽ ഈ തേനൊക്കെ ജലാംശം ഉണ്ടാവും. നമ്മളിത് ഒന്നും ചെയ്യാത്ത അവര് പിന്നെ കളക്ട് ചെയ്തിട്ട് അതുപോലെ സെയിൽ ചെയ്യാൻ അരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇത് നമ്മൾ മിഷനിൽ വെച്ചിട്ട് ചൂടാക്കി അതിന്റെ ജലാംശവും മെഴുകും പൂമ്പൊടിയും കളഞ്ഞ തേനാണ് ഈ തേൻ, ഫിൽറ്റർ ചെയ്ത തേൻ. ഇതിപ്പോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പൊ 1000 രൂപയ്ക്കാണ്. ഇനി അത് കുറയും. ആണല്ലേ? ഞാനൊരു പേഴ്സണലി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതിനകത്ത് നല്ല തേന ഏതാ എന്ന് വെച്ചാൽ നല്ല പരിപൂർണ്ണ ഗുണമായിട്ടുള്ള ഗുണത്തോട് കൂടി
ഫിൽട്ടർ ചെയ്യാത്ത തേൻ. അതിനകത്ത് ഈ പറഞ്ഞ പൂമ്പൊടി മെഴുക് എല്ലാ കണ്ടന്റുകളും ചേർന്ന തേനാണ് റോഹണി എന്ന് പറയുന്നത്. റോ ഹണി എന്ന് സംസ്കരിക്കാത്ത പറയുന്നത്. തേൻ. ഈ തേൻ ഇതിന് റേറ്റ് എന്താ പറയുന്നത് 620 രൂപ, 600 രൂപയ്ക്ക് കിട്ടും കേട്ടോ. പിന്നെ എന്തൊക്കെയുള്ളത് നമുക്ക് വേറെ ഐറ്റംസ് എന്തൊക്കെയുള്ളത്? ജെന്യൂൻ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം മതി. വേറെ മുളയരി നമ്മൾ ആദിവാസികളിൽ നിന്ന് മുള നെല്ല് കളക്ട് ചെയ്തിട്ട് സൊസൈറ്റി അത് കുത്തി അരിയാക്കി തരുന്നതാണ്. ഇതിനൊക്കെ ഭയങ്കര ഫലഭൂയിഷ്ടമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയുള്ള അത് ഇത് 35-40 വർഷത്തിൽ ഒരിക്കലാണ് പോക്കുക. ഓക്കെ, അതൊരു വലിയൊരു ഘടകമാണ്. ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം. ഞാനിപ്പോ കുറച്ച് തേൻ കൊണ്ടുവരാം. എനിക്കൊരു 10 കിലോ തേൻ ഞാനൊരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തു, എന്റെ വീടിനടുത്ത് നിന്ന് എടുത്തു, ഞാൻ കൊണ്ടുവരാം ഇവിടേക്ക് വിൽക്കാൻ. ചേച്ചി എടുക്കുവോ? തേൻ എടുക്കൂല. നമ്മളെ അതായത് ST ഭാഗത്തിൽപ്പെട്ട ആദിവാസികളായ മെമ്പർമാരിൽ നിന്ന് മാത്രമേ നമ്മൾ തേനായാലും കൽപ്പാശായാലും കുറുന്തോട്ടിയായാലും കളക്ട് ചെയ്യുള്ളൂ. ജനങ്ങൾ ആൾക്കാരും നമ്മൾ കളക്ട് ചെയ്യൂല. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കംപ്ലീറ്റ് തേനാ? ഇങ്ങനെയാ തേൻ ഉണ്ടാവുക. നമ്മള് റോ ഹണി പിന്നെ ഒരു മാസം കഴിഞ്ഞു ഒരു 10-15 ദിവസം കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതില് എന്ത് വീണാലും താഴേക്ക് തേനിലേക്ക് പോവില്ല. ഇതിലേക്ക് ഇതിന്റെ മുകളിലേക്ക് എന്ത് വീണാലും താഴേക്ക് തേനിലേക്ക് ഒന്നും വീഴില്ല. നമ്മൾ കാരണം എന്താ വെച്ചാൽ ഇതൊരു ഇതിന്റെ മെഴുകും എല്ലാം കൂടി പാളിയായിട്ട് കിടക്കുക. നമുക്ക് തേൻ ആവശ്യമുണ്ട് ഇങ്ങനെ കോരിയെടുത്താൽ ശുദ്ധമായ തേൻ തളിയുണ്ടാവും. ഇനിയിപ്പോ നമ്മൾ ഇത് മൊത്തം വാരി കളഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ തള്ളി ഇങ്ങനെ വരും. ഇതിന്റെ മുകളിലുള്ള എന്താ? അതിന്റെ മെഴുകും പൂമ്പൊടിയൊക്കെ മേലെ വരുന്നതാ. ശുദ്ധമായ തേൻ അടിയിൽ കയ്പായിരിക്കും. വൻതേനാണ് കയ്പ് ഉണ്ടാവും. രുചി എന്ന് പറഞ്ഞൂടാ, കയ്പാ. പക്ഷെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും അല്ലേ? അടിപൊളി. ഇങ്ങനെ നമ്മൾ തട്ടുതോറും ഇങ്ങനെ വരും. ഇനി നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളി വരും. ഓക്കെ, ഇതൊരുമാതിരി എന്താ പറയുന്നത്, നമ്മള് എന്താ പറയാ, ശബരിമല അരവണയൊക്കെ വെച്ച മാതിരി. ഇനി നമ്മൾ തട്ടിയിട്ടുണ്ടെങ്കിൽ ശുദ്ധമായ തേൻ അടിയിലുണ്ടാവുക. അരവണ പായസം ഇല്ല തേനാണ് കേട്ടോ. അടിപൊളി. ഇതൊക്കെ അല്ലേ? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് നമ്മുടെ ഫിൽറ്റർ മെഷീനാണ്. ഇതിലാണ് നമ്മൾ തേൻ ചൂടാക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ തേൻ ഒഴിക്കും. ഇത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ടാപ്പ് വഴി ശുദ്ധീകരിച്ച തേന് ഈ ടാപ്പ് വഴി ഇതുവഴിയാണ് നമ്മൾ അതുവഴിയാണ് അരിച്ചൊഴിക്കുക. നമ്മൾ അത് അരിപ്പയാണ്. പിന്നെ ഇത് പൊക്കിയെടുക്കാം നമുക്ക്. അതുപോലെ മെഷീൻ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇതതിന്റെ പ്രോസസ്സിംഗ് ഇതാണ് വരുന്നത്. പ്രോസസ് ചെയ്ത തേന് ഈ പൈപ്പിലൂടെ വന്ന് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്തെടുക്കാം. ഓ ശരി. ഇത് മെഷീൻ സ്റ്റാർട്ട് ആയോ? വർക്ക് ചെയ്തായിരുന്നു. പിന്നെ അതിന്റെ ജലാംശമൊക്കെ നമുക്ക് ഇവിടുന്ന് ഇതിലുണ്ടാവും. ജലം തേനിലെ ജലം മൊത്തം ഇവിടെ വന്ന് ഓക്കെ. അത് നമ്മൾ വേസ്റ്റ് ഒഴിവാക്കും. എല്ലാവർക്കും ഒരേ ഒറ്റ ഒരു കാര്യമുള്ളൂ, കാരണം മായമില്ലാത്തൊരു സാധനം കിട്ടണം എന്നുള്ളത്. കാരണം ഈ തേൻ എന്ന സാധനത്തിൽ ഭയങ്കര മായമാണ്. എല്ലായിടത്തും മായം എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. കാരണം എന്തൊക്കെയോ കലക്കി പഞ്ചസാരയോ ശർക്കരയോ എന്തൊക്കെയോ കലക്കിയിട്ടാണ് തരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്ക് 100% ഗ്യാരണ്ടി അല്ലേ? ഉറപ്പല്ലേ? നമ്മള് വിൽക്കുന്ന തേന് 100% ഗ്യാരണ്ടി. ആ സ്ഥലം കൂടി ചേച്ചി എന്ന് പറഞ്ഞത് കല്ലൂരിൽ നിന്ന് ലെഫ്റ്റ്, അതായത് ടുവേർഡ്സ് മൈസൂർ, അതായത് ഗുണ്ടൽപേട്ട ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ കല്ലൂർ എന്ന് പറഞ്ഞ അങ്ങാടിയിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഏറി വന്ന ഒരു 300 മീറ്റർ ഇത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ഈ സൊസൈറ്റി കാണാം. അപ്പം ഈ ഒരു ആശയം ഒരു വലിയൊരു ആശയം കേട്ടോ. കാരണം ഉപകാരപ്പെട്ടിട്ട് പല ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ട്, ജെന്യൂനായിട്ട് തേൻ വാങ്ങാൻ വരുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ട് മാക്സിമം ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങാൻ ശ്രമിക്കുക.